ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി. ഉന്നതതല യോഗം ചേർന്ന് ഒരു നേതാവിനെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കും. ഇന്നോ നാളെയോ ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ അധികാരം ഏറ്റെടുക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം തോൽവി വിലയിരുത്താനോ സംഘടനാ പ്രവർത്തനം ശക്തമാക്കുവാനോ ആം ആദ്മി പാർട്ടി തയ്യാറായിട്ടുമില്ല. തൊട്ടടുത്ത സംസ്ഥാനമായ പഞ്ചാബിലെ എ.പി. സർക്കാരിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനാണ് എ.പി. നേതാക്കൾ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഡൽഹിയിൽ നിന്നും എ.പി. നേതാക്കൾ കൂട്ടത്തോടെ പഞ്ചാബിലേക്ക് ചുവടുമാറ്റി ചവിട്ടാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടം തുടങ്ങി ഹാട്രിക് വിജയത്തിൽ നിന്ന് കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ഹാട്രിക് ഭരണത്തിനൊടുവിൽ ആം ആദ്മി ഡൽഹിയിൽ നിലംപരിശായി കഴിഞ്ഞുവെന്ന് ചുരുക്കി പറയാം. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനും അടക്കം അഴിമതി ആരോപണ വിധേയരായി ജയിലിൽ പോയവരെല്ലാം ഡൽഹിയിൽ തോറ്റു തൊപ്പിയിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി ആം ആദ്മിക്ക് വേണ്ടി ഡൽഹി ഭരിച്ച അതിഷി മാത്രമാണ് ഒന്നാം നിര നേതാക്കളിൽ തോൽവിയിൽ നിന്നും രക്ഷപ്പെട്ട നേതാവ്. അഴിമതിക്കെതിരെ പടപൊരുതിയവരെ അഴിമതി കേസിൽ കുരുക്കി ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച ബി.ജെ.പി. തന്ത്രം ഡൽഹിയിൽ വിജയം കണ്ടു എന്നതാണ് വാസ്തവം. മധ്യവർഗ വോട്ടുകൾ പിടിക്കാൻ കേന്ദ്ര ബജറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്ന 5-ാം തീയതിക്ക് ദിവസങ്ങൾ മുൻപ് നടത്തിയ ആദായ നികുതി ഇളവും ബി.ജെ.പി. ഡൽഹിക്കായിട്ട് ഉന്നം വെച്ചതായിരുന്നു. മദ്യനയ അഴിമതിയിൽ ജയിലിലായ ആം ആദ്മി നേതാക്കളിൽ പലരും ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസയോഗ്യരല്ലാതായത് ആം ആദ്മി കണക്കിലെടുക്കുകയും ചെയ്തില്ല. ചൂലുമായി ഡൽഹി തൂത്ത് വൃത്തിയാക്കാനായി ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ 10 കൊല്ലങ്ങൾക്ക് ശേഷം അയോഗ്യനായതിൽ കുറ്റം കോൺഗ്രസ് ഒപ്പം നിന്നില്ല എന്നത് മാത്രമാണെന്ന് പറയുന്നതിനപ്പുറം അപഹാസ്യമായ ഒരു കാര്യം വേറെയില്ല. കാരണം കോൺഗ്രസിന്റെ 15 കൊല്ലത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വോട്ട് വാങ്ങി ചോർത്തി വിജയിച്ചത്. ഗുജറാത്തിലും ഹരിയാനയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും എല്ലാം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സാധ്യതകൾക്ക് മേൽ വിലപേശൽ നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഡൽഹിയിൽ അതേ നാണയത്തിൽ കോൺഗ്രസ് തിരിച്ചടിക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണി നേതാക്കൾ എ.പിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ എന്നാവർത്തിച്ച് ശാസിക്കുമ്പോൾ മുന്നണിയിൽ ഇനിയൊരു വാക്പോര് കാലമാണ് ബാക്കിയാവുന്നത്. കോൺഗ്രസിനെ ഒറ്റക്കാക്കി പ്രധാന സഖ്യകക്ഷികളെല്ലാം എ.പി തുണച്ചിട്ടും ഡൽഹി കൈവിട്ടു പോയത് അരവിന്ദ് കെജ്രിവാളിന്റെയും അവരുടെ പാർട്ടിയുടെയും കൈമോശം വന്ന തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ്. ബി.ജെ.പിക്ക് മേൽ ഹിന്ദുത്വവാദിയായി അവരെ നേരിടാനുള്ള പാകപ്പെടാത്ത ശ്രമങ്ങളും എ.പിക്ക് ഇടയ്ക്ക് പയറ്റി നോക്കിയിരുന്നു. സൗജന്യ വാഗ്ദാന പെരുമഴയിലൂടെ എ.പി നൽകുന്നതിനും അപ്പുറം കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങൾക്ക് നൽകാനാകുമെന്ന് ബി.ജെ.പി. ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഡൽഹിയിലെ മധ്യവർഗം ബി.ജെ.പിക്ക് അവസരം നൽകുകയായിരുന്നു. കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലടിച്ച് എല്ലാം ഇഴയുന്നുവെന്ന് തോന്നിയ ഒരു വിഭാഗം ബി.ജെ.പിയുടെ ഡബിൾ എഞ്ചിൻ പ്രചാരണങ്ങളിൽ മൂക്കും കുത്തി വീഴുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സംഖ്യയിൽ നിന്ന് ബി.ജെ.പി. കുറി 48ലേക്ക് എത്തിയതിന് പിന്നിൽ എ.പിയുടെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 വർഷം ദില്ലിയിൽ ഒന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവിൽ കെജ്രിവാളും സംഘവും പഞ്ചാബിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ബി.ജെ.പിയെ മുഖ്യ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച ചില എ.പി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചുവട് മാറ്റുകയാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്.